Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 6th സെമസ്റ്റർ എക്സാംസ് മാർച്ച് 20th സ്റ്റാർട്ട് ചെയ്യാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബികോം 6th സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ ഇൻകം ടാക്സ് ആൻഡ് GST, ദെൻ ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ 3 സബ്ജക്ട്സിന്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ്ജക്റ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഈ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഏതൊക്കെയാണ് SI ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ബികോം 6th സെമസ്റ്ററിലെ 2 പ്രോബ്ലം പേപ്പേഴ്സ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ആൻഡ് GST, ദെൻ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഈ 2 സബ്ജക്ട്സിനെയും ക്ലാസ്സസ് അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അപ്പോൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ ഒരു പേപ്പറിൽ ആസ് യൂഷ്വൽ 5 മൊഡ്യൂൾസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ മൊഡ്യൂള് ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, പിന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ പറ്റിയുള്ള ചോദ്യങ്ങളാണ് രണ്ടാമത്തെ മൊഡ്യൂള്. അപ്പോൾ ഈ 2 മൊഡ്യൂളും നമ്മുടെ കച്ചിത്തുരുമ്പെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെയധികം ടെക്നിക്കൽ ആയിട്ടുള്ള ടേംസ് കൂടുതലുള്ള ഒരു സബ്ജക്റ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. പലപ്പോഴും കുട്ടികൾക്ക് ഇതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ പാടാണ് എത്ര പറഞ്ഞാലും. ഓക്കെ, അപ്പോൾ അത് കുറച്ച് കുറവുള്ള മൊഡ്യൂൾസ് ആണ് ആദ്യത്തെ 2 മൊഡ്യൂൾസ്. ബട്ട് അതിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയസ്റ്റ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആദ്യത്തെ 2 മൊഡ്യൂൾസ് ആണ്. ദെൻ ഇതിൻ്റെ ആക്ച്വൽ ഏരിയാസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ നമ്പർ 3, 4, 5 ആണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്സ് essay, നമുക്ക് 4 essays ആണ്. അപ്പോൾ മിക്ക പേപ്പറുകളിലും ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്ന് തന്നെ 2 essayയും പിന്നെ ബാക്കിയുള്ള 3 മൊഡ്യൂൾസിൽ നിന്ന് 2 essay, അങ്ങനെ 5 മൊഡ്യൂളിൽ നിന്ന് 4 essay ആണ് കണ്ടുവരാറ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള പല ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് 2 മൊഡ്യൂൾസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് essay എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പ്രാവശ്യവും ഈ 3 ടോപ്പിക്കിൽ ഇപ്പോൾ ഓപ്ഷൻസിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജി ഒരു essay ആയിട്ട് ചോദിച്ചാൽ അത് എഴുതി ഫലിപ്പിക്കുന്നതിനേക്കാൾ ബെസ്റ്റ് ഡെറിവേറ്റീവ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ 2 മൊഡ്യൂൾസിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. 1 or 2 അത് എഴുതി ഫലിപ്പിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് 2 മൊഡ്യൂൾസിൻ്റെ പ്രത്യേകത, കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരും. അത് പരമാവധി ഞാനിതിൽ പറയാൻ പോവാണ്, ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നെ മൊഡ്യൂൾ നമ്പർ 3, 4, 5 എസ്പെഷ്യലി 3 and 4 ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ഒരുപാട് ഉണ്ട്. അതിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാണ്ട് മിനിമം അതിൻ്റെ ബേസിക് കൺസെപ്റ്റുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 2 മൊഡ്യൂൾസ് പരമാവധി ഫോക്കസ് ചെയ്ത് അത് ബേസിക്സ് ആണ്. ലാസ്റ്റ് 3 മൊഡ്യൂൾസിലത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയാസിലോട്ട് കുറച്ചും മെയിൻ ആയിട്ടുള്ള ബേസിക് കൺസെപ്റ്റുകളുണ്ട്, അതിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്ത് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ ഹൈ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നല്ല മാർക്സ് 95 അല്ലെങ്കിൽ 90% അബോവ് മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് കൂടി ഉള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ മിനിമം ജസ്റ്റ് ഒന്ന് പാസ്സാകണമെങ്കിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ലാസ്റ്റ് മൊമെന്റിലൊക്കെ പഠിക്കുന്നവർ, അവരാണെങ്കിലും മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ അവർ പറയും ഇതൊക്കെ പഠിച്ച് ഇതാക്കണോ, അവർക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതും ഇതിൽ മെൻഷൻ ചെയ്തു പോകും.
എല്ലാവരും ചില ആൾക്കാർക്ക് 90% മേലെ എന്തായാലും വേണമെന്നുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർക്കും ഇത് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ബേസിക്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഡെറിവേറ്റീവ്സ് എന്താണ്? 2 മാർക്കിന്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ആ ഒരു കൺസെപ്റ്റ്. അതിനുശേഷം ഫീച്ചേഴ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് 5 മാർക്കിന്റെ ചോദ്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്കിൻ്റെ കണ്ടുവന്നിട്ടുള്ളതാണ് ഫീച്ചേഴ്സ്. ദെൻ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, എസ് എ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ് എക്ക് ചോദിച്ചതാണ്, വീണ്ടും വരാം. ദെൻ ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി വരും ചാപ്റ്ററുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വൃത്തിയായിട്ട് പഠിച്ചാൽ പല കൺസെപ്റ്റുകളും നമുക്ക് കുറച്ചും കൂടിയും ഈസി ആയിട്ട് പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇത് പഠിച്ചാൽ 2 ഗുണങ്ങളാണ്. ഒന്നെങ്കിൽ എസ് എക്ക് ചോദിക്കും, അതല്ലെങ്കിൽ ഈ ക്ലാസിഫിക്കേഷനിൽ പറയുന്ന പല കാര്യങ്ങളും 2 മാർക്സിന്റെ ചോദ്യമായിട്ട് സെപ്പറേറ്റ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് ക്ലാസിഫിക്കേഷൻ ഫിനാൻഷ്യൽ ബേസിൽ നമുക്ക് ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, വാറൻസ് ആൻഡ് കൺവെർട്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ആയിട്ടും വരും. ഇതൊക്കെ വരും ചാപ്റ്ററുകളാണ്. പിന്നെ കമ്മോഡിറ്റിയിൽ നമുക്ക് സ്വാപ്സ് ഉണ്ട്, അതൊരു ചാപ്റ്റർ ആണ്. സ്വാപ്പ് എന്താന്നൊക്കെ 2 മാർക്കിന്റെ ചോദ്യത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ 2 ഗുണങ്ങൾ, ഒന്നെങ്കിൽ എസ് എ അല്ലെങ്കിൽ 2 മാർക്സ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വാറൻസ് എന്താണ്, 2 മാർക്സിൻ്റെ വരാറുള്ളതാണ്. ലീപ്സ് എന്താണ്, 2 മാർക്സിൻ്റെ വരാറുള്ളതാണ്. അതൊക്കെ 2 മാർക്സിൻ്റെക്ക് വേണ്ടിയിട്ടും പഠിക്കണം. സ്വാപ്ഷൻസ് എന്താണ്, 2 മാർക്സ് ചോദ്യം. സ്വാപ്പ് ഞാൻ പറഞ്ഞു സെപ്പറേറ്റ് 2 മാർക്സിൻ്റെ വരാറുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് യൂസസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഒരു പ്രാവശ്യം എസ് എക്കും ഒരു പ്രാവശ്യം 5 മാർക്കിനും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഈ ബേസിക്സ് എന്തായാലും പഠിച്ചു വയ്ക്കുക, കാരണം ഇതെല്ലാ പേപ്പറുകളിലും മാറി മാറി വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ആദ്യത്തെ 2 മൊഡ്യൂൾസിലുള്ള ബേസിക് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നിക്കൽ ഏരിയാസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ യൂസസ് നിർബന്ധമായും പഠിക്കണം. നെക്സ്റ്റ് എഗെയിൻ എസ് എ ക്വസ്റ്റ്യനിൽ മാറി മാറി വരാറുള്ളൊരു ടോപ്പിക്കാണ്. ഇത് 5 മാർക്കിൻ്റെ ആണ് കേട്ടോ. ഇക്കണോമിക് ഫങ്ഷൻസ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്, ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഇക്കണോമിക് ഫങ്ഷൻസ്. പിന്നെ ഡെറിവേറ്റീവ്സിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കണം. ദെൻ പിന്നെ റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറിവേറ്റീവ്സിൽ ഒരു 3 റിസ്ക് ഉണ്ട്. അതിൽ 3-4 റിസ്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു റിസ്കിനെ പറ്റിയിട്ട് 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. ഇപ്പൊ കൗണ്ടർ പാർട്ടി റിസ്കോ, പ്രൈസ് റിസ്കോ, ഏജൻസി റിസ്കോ, സിസ്റ്റമാറ്റിക് റിസ്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു റിസ്ക് എന്താണ്, വാട്ട് യു മീൻ ബൈ ഏജൻസി റിസ്ക് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്ക്, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ്സ് ചോദ്യം, 2 മാർക്ക് ചോദ്യം. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഡിസഡ്വാൻറ്റേജസ്, ക്ലാസിഫിക്കേഷൻ എസ് എക്കാണ്, യൂസസ് 5 മാർക്കിന്, പിന്നെ സ്വാപ്ഷൻ കൺസെപ്റ്റ്, ഇക്കണോമിക് ഫങ്ഷൻസ് 5 മാർക്ക്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊരു എസ് എ പ്രതീക്ഷിക്കാം, 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. പറഞ്ഞതൊക്കെ നോക്കണം, സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, കാരണം നമുക്കിനി വരാൻ പോകുന്ന ചാപ്റ്ററുകളിൽ സ്കിപ്പ് ചെയ്താൽ ഇവിടെയാണ് നമ്മുടെ പിടിവള്ളി. ഇനി മൊഡ്യൂൾ നമ്പർ 2 ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, ഇതും ബേസിക് ക്വസ്റ്റ്യൻസ് ഉള്ള ചാപ്റ്റർ ആണ്. അതുകൊണ്ട് തന്നെ പലതും നമുക്ക് ഓൺ വേർഡ്സിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് എന്താണ് പഠിക്കണം. അതിൽ ഹെഡ്ജിങ് എന്താണ്, 2 മാർക്കിന്റെ ചോദ്യം, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാ പേപ്പറിലും ഉണ്ട്. ദെൻ നെക്സ്റ്റ് എസ് എ ക്വസ്റ്റ്യൻ ആണ്, മേജർ പ്ലേയേഴ്സ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്സ്, എസ് എക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് മാത്രമല്ല ഈ മേജർ പ്ലേയേഴ്സിലെ ഏതെങ്കിലും ഒന്നിനെ പറ്റിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിന്റെ ചോദ്യത്തിൽ വരാറുണ്ട്. അപ്പോൾ ആരാണ് ഹെഡ്ജേഴ്സ്, ആരാണ് സ്പെക്കുലേറ്റേഴ്സ്, ആരാണ് ആർബിട്രേറ്റേഴ്സ്, മിക്ക പേപ്പറിലും ചോദിക്കാറുള്ളതാണ്, നിർബന്ധമായും പഠിക്കണം. ഇനി 5 മാർക്കിന്റെ ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ആർബിട്രേജ് ആൻഡ് സ്പെക്കുലേഷൻ, ഇതിന്റെ ഡിഫറൻസ് പല പേപ്പറുകളിലും 5 മാർക്കിൻ്റെ വരാറുള്ളതാണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. എഗെയിൻ 5 മാർക്സിന്റെ ചോദ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പറയണ്ടല്ലോ എന്ന്, ഇതൊക്കെ പ്രീവിയസ് ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് മാർക്കറ്റും ഡെറിവേറ്റീവ് മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ്, സ്പെക്കുലേഷനും ഹെഡ്ജിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ആർബിട്രേജും തമ്മിലുള്ള ഡിഫറൻസ്,
ഇതൊക്കെ മാറി മാറി വരുന്നതാണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഇനി നെക്സ്റ്റ് മാർജിൻ മണി എന്താണ്, ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് 2 മാർക്കിന്റെ ചോദ്യം. ദെൻ നെക്സ്റ്റ് എസ്സേക്ക് ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ്, എസ്സേ ചോദിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല അത് 5 മാർക്കിലും വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ, ഇതിലെ എസ്സേക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്ത്, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഗ്രോത്ത് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മാർക്കറ്റ് ഇൻ ഇന്ത്യ, എസ്സേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് മാത്രമല്ല നേരത്തെ പറഞ്ഞു ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ്, അത് 5 മാർക്കിലേക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പല കണ്ടൻസും ഈ പറഞ്ഞതിൽ എന്താണ് റിപ്പീറ്റ് കാണാൻ പറ്റും കേട്ടോ നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ്ങും നോക്കണം, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് റെസ്പോൺസിബിളും നോക്കണം. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിനോ ഒരെണ്ണം എസ്സേക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേ ടോപ്പിക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആദ്യത്തെ മൊഡ്യൂളിൽ നിന്നും രണ്ടാമത്തെ മൊഡ്യൂളിൽ നിന്നും ഓരോ എസ്സേ എന്തായാലും വരുന്നുണ്ട്, ബേസിക്സ് കേട്ടോ. ഇനി കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്, എക്സ്പ്ലെയിൻ വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ് ഇൻ ഇന്ത്യ, എസ്സേക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. അത് ഏത് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ? ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിങ്ങൾക്കൊരു ഇതാക്കണ്ടെന്നിട്ടാ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേ ആയിരുന്നു വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതും കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേ ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന എസ്സേ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങളത് നിർബന്ധമായും പഠിക്കുക, വീണ്ടും ചോദിക്കാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ 5 മാർക്കിൻ്റെയിലേക്കും എസ്സേക്കും 2 മാർക്സിൻ്റെയിലേക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എന്താണ് സെക്കൻഡ് മൊഡ്യൂളിലത്തെ എല്ലാ ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിർബന്ധമായും പഠിക്കുക. ഈ പറഞ്ഞ കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ് 5 മാർക്കിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് 2 മൊഡ്യൂൾസിൻ്റെ പ്രത്യേകത ബേസിക്സ് ആണ്, മൊത്തം ഈസിയാണ്, നമ്മുടെ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക, ഒന്നും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. കാരണം ഈ 2 മൊഡ്യൂൾസിലത്തെ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടും. ഒരു വർഷം ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതന്നെ വീണ്ടും ഇടും, അല്ലെങ്കിൽ ഒന്ന് ക്വസ്റ്റ്യൻസ് മാറ്റിയിടും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു, സെക്കൻഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് ഏരിയ ആണ് മെയിൻ ഫോക്കസ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ പറഞ്ഞു, ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ നോക്കണം എന്ന് പറഞ്ഞു, കോൺട്രിബ്യൂട്ടിങ് ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് കിട്ടും. അത് മാത്രമല്ല 5 മാർക്കിൽ കുറേ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളുണ്ട്, അതും കിട്ടും. സോ ദാറ്റ്സ് അബൌട്ട് സെക്കൻഡ് മൊഡ്യൂൾ. അപ്പോൾ നമ്മുടെ പിടിവള്ളി ഈസി 2 മൊഡ്യൂൾസ് ആണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഇനി മൊത്തം ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി 3 മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷൻ, സ്വാപ്പ്, ഇതാണ് വരും 3 മൊഡ്യൂൾസിൽ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 3rd മൊഡ്യൂളിൽ ഫോർവേഡിൽ നിന്നോ ഫ്യൂച്ചറിൽ നിന്നോ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് എസ്സേ വരാറുണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന ഫോർവേഡ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്. അത് മാത്രമല്ല ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ 5 മാർക്കിൻ്റെ റിപ്പീറ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ഫോർവേഡ് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ഉണ്ട്, നോക്കിയിരിക്കണം. പിന്നെ ഇതിൽ 2 മാർക്കിൻ്റെ ചോദ്യം ഡെലിവറി പ്രൈസ് എന്താണ്, 2 മാർക്സിൻ്റെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട് 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഫോർവേഡ് കോൺട്രാക്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. 5 മാർക്സിൻ്റെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിർബന്ധമായും പഠിക്കണം. പിന്നെ ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്, എക്സ്പ്ലെയിൻ ഫോർവേഡ് കോൺട്രാക്ട് ആൻഡ് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എസ്സേ വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിർബന്ധമായും പഠിക്കണം. അപ്പോൾ ഫോർവേഡ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, അതുമാത്രമല്ല ഫോർവേഡും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ്, ഇത്രയാണ് ഫോർവേഡിൽ ഫോക്കസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഫ്യൂച്ചേഴ്സ് ആണ്. ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്
ലാസ്റ്റ് 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 വർഷം ചോദിച്ചിട്ടുള്ള 5 മാർക്കിന്റെ ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് എന്താണ് ഫ്യൂച്ചർ. ദെൻ ഇതിലെ 2 മാർക്സിന്റെ അല്ലേ മാർജിൻ എന്താണ് 2 മാർക്സ് ചോദ്യം. ദെൻ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണ് 2 മാർക്കിന്റെ ചോദ്യം, റിപ്പീറ്റ് ആണ് മാർക്കിംഗ് ടു മാർക്കറ്റ്. പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം, ഡിസഡ്വാൻറ്റേജസ് നോക്കിയിരിക്കണം, അതും എസ് എക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് ഫ്യൂച്ചേഴ്സിനെ പറ്റിയുള്ള ചോദ്യം എസ് എക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഡിസ്കസ് ദി മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഫ്യൂച്ചേഴ്സ്, എക്സ്പ്ലെയിൻ ദി മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് എന്താണ് ഫ്യൂച്ചേഴ്സ്. ഇത് എസ് എക്ക് കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. ഓക്കെ. പിന്നെ മറ്റൊരു എസ് എ ക്വസ്റ്റ്യൻ ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്ത് വന്നത് ഡിഫൈൻ ഫ്യൂച്ചർ കോൺട്രാക്ട്, ഡിസ്കസ് ദി ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്. അപ്പോൾ ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് നോക്കണം. അതുമാത്രമല്ല അതിൻ്റെ ടൈപ്സ് എസ് എക്ക് ചോദിച്ചിട്ടുണ്ട്. പിന്നെ മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെന്റ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചോദ്യം എസ് എക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ ഞാൻ പറഞ്ഞു നോക്കാൻ. പിന്നെ റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ്, എഗെയിൻ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ് എ ക്വസ്റ്റ്യൻ ആയിരുന്നു. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ് എ ആയിരുന്നു. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് ഇൻ എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്ട്. പിന്നെ മാർജിൻ സിസ്റ്റം എന്താണ് 2 മാർക്കിന്റെ ചോദ്യം. ടൈപ്സ് ഓഫ് മാർജിനിലെ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ ചോദിക്കുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു മാർക്കിംഗ് ടു മാർക്കറ്റ് അല്ലെങ്കിൽ അതിനെ പറയും ഡെയിലി സെറ്റിൽമെന്റ്, 2 മാർക്കിന്റെ ചോദ്യമാണ്, നോക്കി വെക്കണം. പിന്നെ കറൻസി ഫ്യൂച്ചർ ഇൻട്രസ്റ്റ് അതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് എസ് സിയിൽ നിങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളതാണ് ഫീച്ചേഴ്സ് ഓഫ് കമ്മോഡിറ്റി ഫ്യൂച്ചർ, 5 മാർക്കിൻ്റെ വന്നിട്ടുള്ള. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ഓഫ് കറൻസി ഫ്യൂച്ചർ, ഇതൊക്കെ 5 മാർക്സിന്റെ ചോദ്യത്തിൽ വന്നിട്ടുള്ളതാണ്. ഐ റിപ്പീറ്റ്, എന്താണ് ഈ ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ നോക്കണം. അതുപോലെ തന്നെ കമ്മോഡിറ്റി ഫ്യൂച്ചറിൻ്റെയോ കറൻസി ഫ്യൂച്ചറിൻ്റെയോ ഫ്യൂച്ചർ എന്താണ് ഫീച്ചർ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫീച്ചറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ലാസ്റ്റ് 3 ഇയേഴ്സ് അല്ലെങ്കിൽ 4 ഇയേഴ്സിലത്തെ റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫ്യൂച്ചേഴ്സിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കത് ടൈം ഉണ്ടെങ്കിൽ നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞു ഈ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്യണതിന് പകരം ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. സെറ്റിൽമെന്റ് ഫ്യൂച്ചർ ഒരു പ്രാവശ്യം എസ് എക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ബട്ട് അപ്പുറത്ത് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈസി ടോപ്പിക്കുകൾ നോക്കാം. എന്തൊക്കെയാണ്? ഫോർവേഡ് എന്താണ്? ഏറ്റവും ഈസിയസ്റ്റ് ഈ പറയുന്ന ഡെറിവേറ്റീവിലെ ഫോർവേഡ് തന്നെയാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നോക്കാം, വീണ്ടും പ്രതീക്ഷിക്കാം. അതിനുശേഷം ഫ്യൂച്ചേഴ്സ്, അതിൻ്റെ ഫ്യൂച്ചേഴ്സിൻ്റെ ഫീച്ചർ നോക്കണം. മാർക്കിംഗ് ടു മാർക്കറ്റ്, ഡെലിവറി പ്രൈസ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കണം. പിന്നെ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ നമുക്ക് എസ് സിക്ക് പ്രതീക്ഷിക്കാം. റോൾ ഓഫ് ക്ലിയറിംഗ് ഹൗസ് എസ് സിക്ക് പ്രതീക്ഷിക്കാം. പിന്നെ മാർജിൻ സിസ്റ്റം എന്താണ് എസ് സി 2 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുക കേട്ടോ. ഡെയിലി സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ മാർക്കിംഗ് ടു മാർക്കറ്റ് പ്രതീക്ഷിക്കാം. പിന്നെ ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിലെ ഏതെങ്കിലും ഒരെണ്ണം കറൻസിയുടെയോ കമ്മോഡിറ്റിയുടെയോ ഫീച്ചേഴ്സെ ചോദിച്ചിട്ടുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഇത്ര ഏരിയാസാണ് ഈ ചാപ്റ്ററിൽ മാറി മാറി വരാറ്. അപ്പോൾ 4 എസ് എ ഉള്ളത് കൊണ്ട് തന്നെ 4 മൊഡ്യൂൾസിൽ നിന്ന് എസ് എ എന്തായാലും ഇടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നത് ഫോർവേഡിൻ്റെയോ ഫ്യൂച്ചറിൻ്റെയോ ഏതെങ്കിലും ഒരു എസ് എ. അതിൽ ടെക്നിക്കലായിട്ടുള്ള ഏരിയാസിലത്തെ എസ് എ എഴുതുന്നതിന് പകരം ഈസി ഓൺവേർഡ്സിൽ എഴുതാൻ പറ്റുന്ന ആദ്യത്തെ 2 മൊഡ്യൂൾസിലത്തെ എസ് എക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4 ഓപ്ഷൻസ്. എഗെയിൻ ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈസി ഏരിയാസിലോട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ടെക്നിക്കൽ ഏരിയാസിലേക്ക് എഴുതി ചിലപ്പോൾ ബലിപ്പിക്കാൻ നിങ്ങൾക്ക് സമയം, പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഓപ്ഷൻസ് എന്താണെന്ന് നോക്കുക. ദെൻ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഇതൊക്കെ 2 മാർക്കിന് തന്നെ വരും. അമേരിക്കൻ സ്റ്റൈൽ എന്താണ്? യൂറോപ്യൻ സ്റ്റൈൽ എന്താണ്? എക്സ്ചേഞ്ച് ട്രേഡഡ് ഓപ്ഷൻ എന്താണ്? ഓവർ ദി കൗണ്ടർ ഓപ്ഷൻ എന്താണ്? ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ. നിർബന്ധമായും പഠിക്കണം. 2 മാർക്സിൻ്റെ നമുക്ക് എപ്പോഴും ഓപ്ഷൻസിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവന്നുള്ള ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഓപ്ഷൻസിലെ മിക്ക പേപ്പറുകളിലും കാണാറുള്ള എന്താണ് എസ് എ ടോപ്പിക്ക്
2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് കാണാം. അപ്പോൾ നമ്മൾ എസ്സേക്ക് ഓപ്ഷൻസിൽ നിന്ന് കണ്ടുവന്നുള്ളത് സ്റ്റോക്ക് ഓപ്ഷൻ എന്താണ്, ഡിസ്കസ് ദി ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ എസ്സേയാണ്. എന്താണ് സ്റ്റോക്ക് ഓപ്ഷൻ, അതിൻ്റെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം എസ്സേക്ക് വന്നുള്ളതാണ്. നിങ്ങൾക്ക് നോക്കാം. ബട്ട് അപ്പുറത്ത് നമുക്ക് ഈസി ക്വസ്റ്റ്യൻസ് വന്നാൽ അത് എഴുതാം. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ഓപ്ഷൻ, എക്സ്പ്ലെയിൻ ദി ഫണ്ടമെന്റൽ ഓപ്ഷൻ സ്ട്രാറ്റജി സ്യൂട്ടബിൾ വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് സ്റ്റോക്ക് ഓപ്ഷനെ പറ്റിയുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ദെൻ ഫണ്ടമെന്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 മാർക്കിൻ്റെ ചോദ്യത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഞാനിപ്പോൾ കണ്ടുവന്നുള്ളത്. ഓപ്ഷൻസ് എന്താണ്, കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നോക്കണം. ബെർമുഡ ഓപ്ഷൻ, വാട്ട് യു മീൻ ബൈ ഓപ്ഷൻ, ഓപ്ഷൻ പ്രീമിയം, ഇതൊക്കെ നോക്കുക. 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് നമുക്ക് വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. മിക്ക പേപ്പറുകളിലും ഇതിലത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ എസ്സേക്ക് ഞാൻ പറഞ്ഞു ഓപ്ഷൻ സ്ട്രാറ്റജീസും പിന്നെ ഈ പറഞ്ഞ എന്താണ് സ്റ്റോക്ക് ഓപ്ഷൻ എന്താണ്, ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ, അതും എസ്സേക്ക് വന്നുള്ളതാണ്. ബട്ട് നിങ്ങൾക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ഈസി ഏരിയ എന്ന് പറയുന്ന ആദ്യത്തെ 2 മൊഡ്യൂളിലത്തെ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് എഴുതാൻ ശ്രമിക്കുക. അത് എഴുതി ഫലിപ്പിക്കാനാണ് കുറച്ചുകൂടി എളുപ്പം. പിന്നെ എക്സോട്ടിക് ഓപ്ഷനൊക്കെ 2 മാർക്സിൻ്റെ വരാറുള്ള ചോദ്യമാണ്. ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ നോക്കണം. പിന്നെ ഇൻട്രൻസിക് വാല്യൂ, അതുപോലെ തന്നെ ടൈം വാല്യൂ എന്താണെന്നുള്ള കൺസെപ്റ്റ് 2 മാർക്കിൻ്റെ. പിന്നെ ഫ്യൂച്ചറും ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ വരാം. എന്തായാലും 5 മാർക്കിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഏതെങ്കിലും ഒരെണ്ണം വരും. അത് ഫ്യൂച്ചറും ഫോർവേഡോ അല്ലെങ്കിൽ ഫ്യൂച്ചറും ഓപ്ഷനോ ഇതിലേതെങ്കിലുമൊക്കെയാണ് മിക്ക പേപ്പറിലും കണ്ടുവരാറ്. സോ ദാറ്റ്സ് അബൌട്ട് അത്. പിന്നെ ഓപ്ഷനിൽ കുറേ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഞാൻ പറഞ്ഞു വന്ന ചോദ്യം എന്ന് പറയുന്നതാണ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻവോൾവ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ യൂസസ് ഓഫ് ഓപ്ഷൻ. അത് എസ്സേക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. നമുക്ക് അത്രത്തോളം എഴുതി വയ്ക്കാനുള്ള സംഭവം ഇല്ല. പിന്നെ ഇതിൽ ഒരുപാട് ഇപ്പോൾ കോമ്പിനേഷൻ ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിൽ 2 മാർക്കിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സ്ട്രാഡിൽ എന്താണ് 2 മാർക്ക് ചോദ്യം. ഇതൊക്കെ 2 മാർക്കിന് വേണ്ടി മാത്രം പഠിക്കുക. സ്ട്രാങ്കിൾ എന്താണ് 2 മാർക്ക്, സ്ട്രാപ്പ് എന്താണ് 2 മാർക്ക്, ഇതൊക്കെ 2 മാർക്സിലേക്ക് മാത്രം പഠിക്കുക. അതിൻ്റെ ഉള്ളിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പടം വരച്ച് കുറേ ഗ്രാഫൊക്കെ കാണാൻ പറ്റും. അതിലോട്ടൊന്നും ഡീപ്പറായിട്ട് പോയി നേരം കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അപ്പുറത്ത് വേറെ ഓപ്ഷൻ ചോദ്യങ്ങൾ വരും. അതുകൊണ്ട് തന്നെ ഈ ഇതിൻ്റെ ഡീപ്പറിലോട്ട് പോകണമെന്നില്ല. പിന്നെ ടൈപ്സ് ഓഫ് എക്സോട്ടിക് ഓപ്ഷനിലാണ് ഞാൻ പറഞ്ഞ ബെർമുഡ ഓപ്ഷനോ ഏഷ്യൻ ഓപ്ഷൻ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അത് ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ ഓപ്ഷൻ വലിച്ചു വരി പഠിക്കാതിരിക്കുക. ഓപ്ഷൻ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ബെർമുഡ ഓപ്ഷൻ, പിന്നെ ഈ കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, എക്സോട്ടിക് ഓപ്ഷൻ, ഇതൊക്കെ 2 മാർക്കിലേക്ക് ഉള്ളതൊക്കെ നോക്കുക. പിന്നെ ഈ പറയുന്ന സ്ട്രാറ്റജീസൊക്കെ നമുക്ക് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ അതിൻ്റെ ബേസിൽ നോക്കിയാൽ മതി. 4 എസ്സേയിൽ 2 എഴുതിയാൽ മതിയല്ലോ. അതിപ്പോൾ 3 ബാക്കിയുള്ള ഏരിയാസിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഓപ്ഷൻ നിങ്ങൾക്ക് ടൈമിൻ്റെ ബേസിൽ പഠിച്ചാൽ മതി. കാരണം ഓപ്ഷൻ എഴുതി പഠിപ്പിക്കാൻ പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. ഓക്കെ, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് ഗോ ഹെഡ്, നോ പ്രോബ്ലം. ഓക്കെ, എന്തായാലും എക്സാമിന് ഒരു എസ്സേക്ക് ഞാൻ പറഞ്ഞു 3 മൊഡ്യൂൾസിൽ ഏതെങ്കിലും ഒരെണ്ണം വരാറുണ്ട്. അപ്പോൾ ഫ്യൂച്ചറോ ഫോർവേഡ്, സ്വാപ്പ്, അതുപോലെ തന്നെ ഓപ്ഷൻ, ഇതിൽ ഏതെങ്കിലും 2 പിന്നെ വരാറ്. അതിൽ ഈ പറയുന്ന ഫ്യൂച്ചർ പിന്നെയും എളുപ്പമാണ്, സ്വാപ്പ് എഴുതാനും പിന്നെയും കുഴപ്പമില്ല. ഫോർ ഈ ഓപ്ഷൻ്റെ എഴുതി ഫലിപ്പിക്കാൻ പലപ്പോഴും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അതിൽ ഈ സ്റ്റോക്ക് ഓപ്ഷൻ്റെ യൂസസോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസോ ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് വരാറ് കേട്ടോ. മൂവിങ് ടു ലാസ്റ്റ് മൊഡ്യൂൾ സ്വാപ്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വാപ്പ് ആയിരുന്നു എസ്സേക്ക് ചോദിച്ചേ. അതുകൊണ്ട് ഇപ്രാവശ്യം അത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ വാട്ട് ആർ സ്വാപ്സ്, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദി വാരിയസ് ടൈപ്സ് ഓഫ് സ്വാപ്പ്. അപ്പോൾ സ്വാപ്പ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേ ആയിരുന്നു. അപ്പോൾ ആ എസ്സേക്കുള്ള രീതിയിൽ പഠിക്കുക. എന്താണ് സ്വാപ്പ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ് കേട്ടോ. പിന്നെ ഇതിൽ ഈ ടൈപ്സ് ഓഫ് സ്വാപ്പിൽ ഏതെങ്കിലും 2 മാർക്കിന് വരാം. കറൻസി സ്വാപ്പ് എന്താണെന്നോ, ക്രെഡിറ്റ് ഡിഫോൾട്ട്, കമ്മോഡിറ്റി, ഇക്വിറ്റി, ഇൻട്രസ്റ്റ്, ഇതിലേതെങ്കിലും 2 മാർക്കിനും വരാറുണ്ട്. അപ്പോൾ സ്വാപ്പ് അങ്ങനെയാണ്. ആ ഒരു ടോപ്പിക് എസ്സേക്ക് ഒരെണ്ണം വന്നാൽ വന്നു. അപ്പോൾ
ഇതിൽ പിന്നെ സ്പ്രെഡ് എന്താണ് 2 മാർക്കിനേൽ വരാറുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലാണ് എന്താണ് സ്പ്രെഡ് ഇതിലുള്ള മറ്റൊരു ചോദ്യം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് പരമാവധി പഠിച്ച് അവസാനിപ്പിക്കുന്നത് ഫസ്റ്റ് 2 മൊഡ്യൂളാണ് ബേസിക്സ്. അതിനുശേഷം നിങ്ങൾ മൊഡ്യൂൾ നമ്പർ 3 അതിൽ ഫോർവേഡും ഫ്യൂച്ചറിൻ്റെയും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയ, ഈ 3 ഏരിയാസ് 3 മൊഡ്യൂൾസിലേക്ക് ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 60 to 70% സ്കോർ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 4 എസ്സേയിൽ 2 കിട്ടുമല്ലോ, പിന്നെ 5 മാർക്കിൻ്റെ മെജോറിറ്റി കിട്ടി കഴിഞ്ഞു 2 മാർക്സിൻ്റെ ആണെങ്കിലും. പിന്നെ ഈ ഓപ്ഷനും സ്വാപ്പും അതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് പഠിക്കുക, ടൈമിൻ്റെ ബേസിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. ഇനി വീണ്ടും പറയണു, ഒന്നും പഠിച്ച് കഴിയാത്തവർ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ആദ്യത്തെ 2 മൊഡ്യൂൾ പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി. 2 എസ്സേ കിട്ടി, 2 മാർക്സിൻ്റെ കുറേയുള്ള കാര്യങ്ങൾ കിട്ടും, 5 മാർക്കിൻ്റെയിലും പലതും അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ 2 മൊഡ്യൂൾസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഫസ്റ്റ് 2 മൊഡ്യൂൾസ് പഠിച്ചാൽ തന്നെ പാസ്സാക്കാൻ പറ്റും. പാസ് മാർക്ക് മാത്രം കേട്ടോ. ദെൻ അതിനൊട്ടും കൂടുതൽ കിട്ടും ചിലപ്പോൾ എസ്സേക്ക് നന്നായിട്ട് എഴുതിയ. ദെൻ മൊഡ്യൂൾ നമ്പർ 3 പഠിച്ചാൽ ഒരു 60 to 70 ബാക്കിയുള്ള ഏരിയാസും കൂടി 90% ആയി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പാർട്ടിലും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.